കാലത്ത് തന്നെ ഊതി 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 അടുപ്പ് കത്തിക്കുന്ന ഒരു പരിപാടിയിലാണ് കേട്ടോ ഏട്ടൻ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളുമായിട്ട് ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് അടുക്കള വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മൾ രാവിലത്തെ അടുക്കളപ്പണിയിലേക്ക് കടന്നിട്ടുണ്ട്. രാവിലെ ഇതാ കറി വയ്ക്കലും ചോറ് വയ്ക്കലും ഒക്കെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്താ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം ഇത്തിരി മടി കാണിക്കാറുണ്ട് കേട്ടോ ഏട്ടൻ. അത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴൊക്കെ നീ തന്നെ ചെയ്തോ എന്നുള്ള മട്ടിൽ പുള്ളിക്കാരൻ വരില്ല കേട്ടോ. എന്താ പറയുക, ഹെൽപ്പ് ചെയ്യില്ല എന്നും പറഞ്ഞിട്ടൊരു വാശി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളും ഉണ്ട്. ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. രാവിലെ തന്നെ എൻ്റെ ഒപ്പം തന്നെ എണീറ്റിട്ട് തീയൊക്കെ കത്തിച്ച് അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, പൊങ്കൽ ദിവസമാണ്. എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്കിന്ന് ഇപ്പോൾ ലീവാണ്. അതുകൊണ്ട് രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഇത്തിരി വൈകി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഏട്ടനും വർക്കൊന്നും ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ചോറും കറിയും രാവിലെ ഉണ്ടാക്കുക. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും കഴിക്കാനും ഉണ്ടാക്കണം. 7 മണിയാകുമ്പോഴേക്കും സാധാരണ ഉണ്ടാക്കും. ഇന്നിപ്പോൾ കുറച്ച് വൈകിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കറി വെക്കാനായിട്ട് പച്ചക്കറികളൊക്കെ എടുത്ത് മുറിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും പരിപ്പിട്ട് വയ്ക്കുകയാണ്. ഒരു സാമ്പാർ പോലെ വെക്കുന്നുണ്ട്. പിന്നെ കയ്പ്പയ്ക്കായ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 1.5 മുറിയോളം കയ്പ്പയ്ക്ക ഉണ്ടായിരുന്നു. അത് വന്നിട്ട് വറുക്കാനായിട്ട് കേട്ടോ. അപ്പം വേറെ ഉപ്പേരി വെക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കയ്പ്പയ്ക്ക വറുത്തതും കുമ്പളങ്ങ പരിപ്പിട്ട് വെക്കുക, അങ്ങനെയാണ് ഇന്നിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ വേകാനായിട്ടിട്ടു. കഷ്ണങ്ങളൊക്കെ മുറിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ അടുപ്പിൽ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളക്കിയല്ല, ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അരി ഇടുമ്പോഴേക്കും തിളച്ചു കേട്ടോ. എപ്പോഴും വിചാരിക്കും വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അരി ഇടണമെന്ന്. ചില സമയത്തൊക്കെ വിട്ടു പോകും കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളത്തിൽ തന്നെ ഞാനിത് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊണ്ടിടുകയാണ്. ചിലർ ചോറിന് വെള്ളം വയ്ക്കുമ്പോൾ തന്നെ അരിയും കൂടെ ഇട്ടിട്ട് വെള്ളം വയ്ക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു പച്ചവെള്ളത്തിൽ തന്നെ അരി ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ തീ കത്തിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല കേട്ടോ. ഞാനിതുവരെ ഒന്നും വെച്ച് നോക്കിയിട്ടില്ല. പച്ചവെള്ളത്തിൽ ഇതുവരെ അരി ഇട്ടിട്ട് വെച്ചിട്ടില്ല. വെള്ളം തിളയ്ക്കുന്ന മുമ്പാണ് കേട്ടോ ഞാൻ അരി ഇടുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചാൽ ചോറ് കേട് വരുമോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലർ പറയുന്നു കേട് വരും, പച്ചവെള്ളത്തിൽ അരി ഇട്ടിട്ട് ചോറ് വെച്ചാൽ അധികം നേരം നിൽക്കില്ല, കേട് വരും എന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ചോറിനുള്ള അരിയൊക്കെ ഇട്ട് പിന്നെ വേഗം പോയി പാത്രങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു കേട്ടോ. കഴുകി എടുത്തിട്ട് വന്നു. അപ്പോൾ അതാ കണ്ടില്ല, അടുക്കളയിൽ ദേവലോകമായിട്ടുണ്ട്. മൊത്തത്തിൽ പുകഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പുകയായിട്ട് മഞ്ഞ് പോലെ വരുന്നുണ്ട് കേട്ടോ. അടുപ്പ് ഇങ്ങനെ എന്താ പറയുക, അണഞ്ഞിട്ട് പുക ചുറ്റി ഇങ്ങനെ അടുക്കളയിൽ വരുന്നത് കൊണ്ട് തന്നെ അടുക്കള പെട്ടെന്ന് തന്നെ കരിയും പുകയൊക്കെ ആയിട്ട് അടുക്കളയുടെ പെയിൻറ്റ് മങ്ങൽ, പിന്നെ മാറാല, അങ്ങനെയൊക്കെ ഈ പുക അടിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വരാറുണ്ട്. പുറത്ത് പുകയില്ലാത്ത അടുപ്പമാണല്ലോ സാധാരണ ഒരു അടുപ്പായതുകൊണ്ട് എന്താ പറയുക, പുകയെ എവിടേക്കും പോകാനുള്ള ഒരു ഇതുമില്ല കേട്ടോ. അപ്പം മാക്സിമം അടുക്കള വഴി തന്നെയാണ് വരുന്നത്. അങ്ങനെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ച് ചോറിന് ഒന്നുകൂടെ കത്തിച്ച് വിട്ടു കേട്ടോ. തീയൊക്കെ ഒന്ന് അണഞ്ഞ് കിടക്കുകയല്ല, കുറേ വിറകുകൾ ഒരുമിച്ച് അങ്ങോട്ട് വയ്ക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, കത്താൻ ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഏട്ടൻ കണ്ടില്ല, തേങ്ങയൊക്കെ അതിനിടയ്ക്ക് പൊതിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങൻ്റെ ചകിരിയൊക്കെ കൈ വഴിയെ നമ്മുടെ അടുപ്പത്ത് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ തേങ്ങൻ്റെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എല്ലായിടത്തും നമുക്ക് കേൾക്കുന്നുണ്ട് തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില കൂടിയത് കൊണ്ട് തന്നെ തേങ്ങയില്ലാതെയാണ് കറി വയ്ക്കുന്നത്, അല്ലെങ്കിൽ തേങ്ങ വാങ്ങിക്കാനുള്ളൊരു, കാരണം ഒരുപാട് വിലയാണല്ലോ ഇപ്പം നാളികേരത്തിന്. അപ്പോൾ ഞാനിങ്ങനെ കമ്പനിയിൽ വർക്കിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ പറയും, തേങ്ങ ഇല്ലാതെയാണ് ഇപ്പോൾ കറി വയ്ക്കുന്നത്, അല്ലെങ്കിൽ തേങ്ങ ഒരു പൊട്ട് കാണിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് കേട്ടോ ഞാനും പോണത്. ഇപ്പോൾ തെങ്ങ് 1-2 ഉണ്ടെന്നിട്ടെങ്കിലും വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് തന്നെ തേങ്ങ വാങ്ങിച്ചിട്ട് തന്നെ കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കണത്.
അപ്പോൾ എന്തായാലും ഇതാ ഒരു കുഞ്ഞ് തേങ്ങയൊക്കെ പൊതിച്ച് തന്നിട്ടുണ്ട് ഏട്ടൻ. പിന്നെ ഏട്ടനെ പിന്നെ തേങ്ങ പൊതിച്ചാൽ വേഗം തന്നെ അതിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ തേങ്ങ പൊതിച്ച് തന്നെ രാവിലെ തന്നെ എപ്പോഴും വെറും വയറ്റിൽ തേങ്ങ വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. എപ്പോഴും പറഞ്ഞാൽ തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഇതാ തേങ്ങയൊക്കെ ഉടച്ച് തന്നു. പിന്നെ ഞാൻ കുക്കറിനകത്ത് പരിപ്പും ഉരുളക്കിഴങ്ങും കൂടെ ഉള്ളിയൊക്കെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ വെന്ത വെള്ളത്തിൽ ഊറ്റിയിട്ട് നമ്മളിത് ആ മൺചട്ടിയിൽ കൊണ്ടുപോയിച്ച് ആ ഒരു ചൂടുവെള്ളത്തിൽ തന്നെ നമ്മൾ പിന്നെ കുമ്പളങ്ങയും തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സാമ്പാർ വെക്കുന്നത് ഞാനിപ്പോൾ എന്താണ് വറുത്തരച്ചിട്ടൊന്നുമല്ല, വെറുതെ ഇങ്ങനെ സാമ്പാർ പൊടി ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ സാമ്പാർ. ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. അപ്പോൾ എന്തായാലും ഇതാ മുളകും മല്ലിയും മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്തു, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ ഒരു പച്ചമണവും ഒക്കെ മാറിയതിന് ശേഷം തേങ്ങ അരച്ചൊഴിക്കുക. പിന്നെ നമ്മൾ തേങ്ങൻ്റെ ഒപ്പമാണ് കേട്ടോ ഞാൻ എന്താണ് സാമ്പാർ പൊടി ഇടുന്നത്. ഈ ഒരു സമയത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചാൽ അതിൻ്റെ ഒരു മണമൊക്കെ കമ്മിയാവും, മണം പൂവെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോഴാണ് സാമ്പാർ പൊടി ആക്ച്വലി ഇടാൻ മറന്നുപോയി. ആ സമയത്താണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അതിന് ന്യായീകരിക്കാനായിട്ട് ഞാനിങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് അല്ലേ. സാമ്പാർ പൊടിൻ്റെ കാര്യം മറന്നുപോയി. അവസാനം തേങ്ങ ചേർക്കുമ്പോഴാണ് സാമ്പാർ പൊടി ഉണ്ടല്ലോ അതുകൂടെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, കൊള്ളാമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ സാമ്പാറിനൊക്കെ അടുപ്പത്താക്കി പിന്നെ പാലൊക്കെ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കണ്ണ് പാലിൻ്റെ അടുത്തും പോകുന്നുണ്ട്, ഒരു കൈ ഇതാ നമ്മൾ തേങ്ങ ചിരവാനും ഉണ്ട്. അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടി നടന്ന് പണിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കുന്നുണ്ട്. പിന്നെ അടുപ്പത്ത് ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിൽ ചായക്കുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ കഴിക്കാനായിട്ട് ഞാൻ എന്താ നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു പാക്കറ്റ് നൂഡിൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രൈൻഡർ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അധികം മാവൊന്നും ആട്ടി വയ്ക്കില്ല, അരിയൊന്നും അരയ്ക്കാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് തന്നെ അത് നേരെ ആക്കിയാൽ മാത്രമേ എനിക്ക് അരിയൊക്കെ എന്തെങ്കിലുമൊക്കെ അരച്ചാൽ തന്നെ രാവിലെ ഒത്തിരി ടെൻഷൻ ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രൈൻഡറിൻ്റെ ഒരു ചെറിയ കംപ്ലൈൻറ്റ് കാരണം ഞാനതൊന്നും അരയ്ക്കാനായിട്ട് നിൽക്കില്ല കേട്ടോ. ഇപ്പോൾ ചെറിയ ചെറിയ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് ഇതിപ്പോൾ ഞാനിതാ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മൾ സവാള പച്ചമുളക് കുറച്ച് കറിവേപ്പില ഉപ്പൊക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ച് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഞാൻ എന്താണ് 10 മണിക്ക് ടീ ടൈമിന് കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു സ്നാക്സ് പോലെ ഉണ്ടാക്കിക്കൊണ്ട് പോകണം കേട്ടോ. എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പോൾ രണ്ടെണ്ണം കൈ പിടിക്കും. ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി വെച്ചാൽ കൊണ്ടുപോകാനുള്ള അതൊന്നും ഉണ്ടാവില്ല. കാരണം കുട്ടികൾ ലീവായതുകൊണ്ട് കുട്ടികൾക്ക് കഴിച്ചോട്ടെ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. നൂഡിൽസ് പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ചെറിയൊരു പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കുക തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 10 മണിക്ക് കൊണ്ടുപോകാനായിട്ട് ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്ത് പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ തേങ്ങയൊന്നും കൈ വെക്കില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് കുഴച്ച് അങ്ങോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനിതാ കഴിക്കാനുള്ള പിള്ളേർക്ക് കഴിക്കാനുള്ള നൂഡിൽസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. എന്നും ഞാൻ നൂഡിൽസിൽ കടുകൊക്കെ ചേർത്തിട്ടാണ്, പക്ഷേ ഇന്നിപ്പോൾ കടുകൊന്നും ഇടാണ്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റേതായിട്ടുള്ളൊരു കണ്ടുപിടുത്തവും എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞ് നമ്മുടെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. പിന്നെ പച്ചമുളകൊന്നും ഇട്ടില്ല കേട്ടോ. ഞാനൊരിക്കൽ നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ കൂടെ ആയിട്ട് നല്ല എരിവായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പച്ചമുളക് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ സവാള വേഗം തന്നെ വാടി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അടുത്തതായിട്ട്
2 മുട്ടയും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇത്തിരി വെറൈറ്റി ഒന്നുമല്ല, വല്ലപ്പോഴൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട് മുട്ട ഉണ്ടാകുന്ന സമയത്ത്. അധികവും ഞാൻ മുട്ട ചേർക്കാണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇന്നൊരു വെറൈറ്റി നൂഡിൽസാണെന്ന്. അങ്ങനെ നമ്മളിതാ ആ ഒരു സവാളയൊക്കെ ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സൈഡിലൊക്കെ മാറ്റി വെച്ച്, പിന്നെ കുറച്ചല്ല 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് സവാളയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ചിക്കി പൊരിച്ചെടുക്കുമല്ലോ, സ്ക്രാമ്പിൾ ചെയ്യുക അങ്ങനെ എന്തൊക്കെയോ പറയും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു വെച്ചാൽ ചിക്കി പൊരിച്ചെടുക്കുക എന്ന് പറയും. അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മുട്ടത്തോരൻ പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ചട്ടിയിൽ നിന്ന് അങ്ങോട്ട് വിട്ട് വരണം കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഇത്തിരി മുളക് പൊടി ഇട്ടാൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ മേലെ ഒരു 1/2 ടീസ്പൂൺ തികച്ചിടുന്നില്ല, കുട്ടികൾ കഴിക്കുന്നത് എരിവായതുകൊണ്ട് അങ്ങനെ എരിവൊന്നും ചേർക്കണ്ട വിചാരിച്ച് കുറച്ചിട്ടാൽ. പിന്നെ അതിൻ്റെ ഒരു മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മളിത് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഇടയ്ക്കിങ്ങനെ ഓരോ പണികളും ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിതാ നമ്മുടെ നൂഡിൽസിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ആ ഒരു സമയത്ത് പിന്നെ ഞാനിതാ ചോറ് വാർക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ചോറും കൂടെ ഒന്ന് വാർക്കണം. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്, അപ്പോഴേക്കും ഞാനിതാ വാർക്കാനായിട്ട് എടുത്തിട്ട് വന്നു. അപ്പോൾ ചോറ് വാർക്കണത് ഒരു പണി തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ടീച്ചറമ്മ ഇങ്ങനെ ചോറ് വാർക്കുന്ന പാത്രമൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലത്തെ വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലത്തെ പാത്രം തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ചോറിന് വെള്ളമൊക്കെ അങ്ങനെ വീഴുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ടീച്ചറമ്മ പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നൂഡിൽസിൻ്റെ പരിപാടി ഇവിടെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്, ഒരു 2 ഗ്ലാസോളം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ ആ ഒരു മസാല ഉണ്ടല്ലോ നൂഡിൽസിൽ കിട്ടുമല്ലോ മസാല, അതിട്ട് കൊടുത്തത്. നമ്മളിങ്ങനെ മുട്ട ചിക്കി പൊരിക്കുമ്പോൾ തന്നെ ഈ ഒരു മസാല ഇടേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് മറവി കാരണം ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട്. പിന്നെ ഉപ്പൊക്കെ ഒന്ന് പോരാന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക ആ ഒരു സമയത്ത്. ഇതിപ്പോൾ കറക്റ്റ് ഉപ്പായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു നൂഡിൽസിലും ചെറിയൊരു ഉപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പം അത് മതിയാവും. അങ്ങനെ നമ്മളുടെ ആ ഒരു നൂഡിൽസ് പാക്കറ്റ് കൊട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ വെച്ച് സിമ്മിൽ തന്നെ വെച്ച് ഒന്നുകൂടെ വെള്ളം അങ്ങനെ വറ്റാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത്, ഒരുപാടിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ നൂഡിൽസിൻ്റെ ഇതൊക്കെ പൊട്ടി പോകും. അതുകൊണ്ട് ഇങ്ങനെ തട്ടി മുട്ടി എന്ന് പറഞ്ഞിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ നൂഡിൽസൊക്കെ കുറച്ച് നേരം വയ്ക്കുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും. അങ്ങനെ നമ്മുടെ നൂഡിൽസൊക്കെ ഒരുവിധം അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ, വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചാലല്ലേ നൂഡിൽസ് നല്ല അടിപൊളിയാകുള്ളൂ. സാധാരണ നമ്മൾ ഇതൊന്നും അങ്ങനെ ഒഴിക്കാറില്ല. കഴിഞ്ഞ ദിവസം പിള്ളേർ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പു വന്നപ്പോൾ അപ്പു ഇങ്ങനെ വാങ്ങിച്ച് കൊടുത്താണ് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പറ്റുമ്പടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ നൂഡിൽസ് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ എന്നാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നൂഡിൽസ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്, അതൊന്ന് കടുക് പൊട്ടിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഗോതമ്പ് പൊടി, അതൊന്ന് സെറ്റാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. സെറ്റാക്കില്ല, നമ്മുടെ അട ചുട്ടെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടിയിൽ നമ്മൾ മീൻ വറുക്കണ ചട്ടി ഉണ്ടല്ലോ അതിലോ അല്ലെങ്കിൽ ദോശക്കല്ലോ മതി. അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു അട ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. അതാകുമ്പോൾ എണ്ണ പുറത്തൊന്നും പോകില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണയാണ് നല്ലത്. ഇപ്പോൾ ഞാനിവിടെ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഗോതമ്പിൻ്റെ, അത് ഇങ്ങനെ കയ്യിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കയ്യിലിങ്ങനെ വെച്ചിട്ട് തട്ടി ഇങ്ങനെ പരത്തി എടുക്കുക.
എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് വേണമെങ്കിൽ എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ അട അടിപൊളിയായിട്ട് റെഡിയാവും. ഇതിപ്പോൾ നമ്മുടെ കട്ടൻ ചായക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇടയ്ക്ക് ചായക്കൊക്കെ ഒന്ന് കടിക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരെ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട്. അത് കണ്ടിട്ടാണ് കേട്ടോ ഞാനും ഇങ്ങനെ പിന്നെ ഓർത്തത്. പണ്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴൊന്നും അതൊന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വന്ന വഴി മറന്നു എന്ന്. അതുകൊണ്ടല്ല, നമ്മൾ പണ്ട് കുറേ ഇതുപോലെ നാടൻ പലഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും ഇപ്പം നമ്മുടെ ഓർമ്മയിൽ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കുമ്പോഴായിരിക്കില്ലേ ഓർമ്മ കാണുക. അപ്പോൾ എന്തായാലും നമ്മളിതാ രാവിലെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് ഞാനിതാ എന്തായാലും വർക്കിന് പോവുകയാണ്. ഇന്നിപ്പോൾ ഏട്ടനെ വർക്ക് ഇല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്നെ കൊണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് ഇതാ പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ നേരെ കമ്പനിയിൽ കൊണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.